അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നോമ്പ് തുറക്കാനായിട്ടുണ്ടാക്കിയത് നല്ലൊരു ബണ്ണാണ് കേട്ടോ. ഈ ബണ്ണ് ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഓരോ വ്യത്യസ്ത രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ബണ്ണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ബണ്ണിലേക്കുള്ള ഫില്ലിങ് ആദ്യം തയ്യാറാക്കാം. അതിനായി ഞാൻ കുറച്ച് പനീർ ഉപ്പും കുരുമുളകും കൂടി പുരട്ടിയതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് ഓയിലും അര സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പനീർ ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി പനീർ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതേ പാനിലേക്ക് തന്നെ ഒരു അര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 സബോള ചെറുതായി കട്ട് ചെയ്തതും 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ നോമ്പ് നമ്മളോട് വിട പറയേണ്ട ദിവസങ്ങളായല്ലോ. 27-ാം രാവും ആയില്ലേ? എന്തായാലും എല്ലാവർക്കും നല്ല റാഹത്തായിട്ട് നോമ്പ് കഴിഞ്ഞു പോയി. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ക്യാരറ്റ് ചീകിയെടുത്തതും ഒരു കഷ്ണം ക്യാപ്സിക്കം ചെറുതായി മുറിച്ചെടുത്തതും ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചിക്കൻ്റെ സ്റ്റോക്കും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇത് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി ചെറുതായി കൈകൊണ്ട് പിച്ചെടുത്ത ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കസ്തൂരി മേത്തി കയ്യിൽ വെച്ചൊന്ന് തിരുമ്പിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ബണ്ണിനുള്ള ഫില്ലിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഇതേപോലെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. ഫില്ലിങ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ തന്നെ വേണമെന്നില്ല. ഇത് ഞാൻ നേരത്തെ തന്നെ ഫില്ലിങ്ങൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്കിങ്ങനെ ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് മാവ് റെഡിയാക്കിയിട്ട് പിന്നെ നമ്മൾ ഈ നോമ്പ് തുറക്കുന്ന നേരത്ത് ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാനായി ഒരു ബൗളിലേക്ക് 1 സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പാകത്തിനുള്ള ഉപ്പ്, 2 കപ്പ് മൈദയും കൂടി ചേർത്ത് നമ്മൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ മാവൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബണ്ണിനുള്ള മാവൊക്കെ എല്ലാവർക്കും അറിയാലോ കുഴച്ചെടുക്കുന്നതില്ലേ. എത്രത്തോളം കുഴച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം കുഴച്ചാലേ നമ്മുടെ ബണ്ണ് നല്ലതുപോലെ കിട്ടുകയുള്ളൂ. ഇനി ഈ 2 കപ്പ് പൊടി ഇതിലേക്കിട്ട് നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വീഡിയോ ഒന്നും ആരും കാണുന്നില്ല കേട്ടോ. എന്താണ് നോമ്പായത് കാരണമായിരിക്കില്ല, തിരക്കായിരിക്കുമല്ലോ എല്ലാവർക്കും. ഇനി വീഡിയോ കാണുന്ന സമയത്ത് ആരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ മാവ് തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചൂടല്ല, അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നത്. ഇനി നമുക്ക് കൈ വെച്ചൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിൽ നിന്നും ഓരോ ഉരുളകളും എടുത്ത് നമുക്ക് ബണ്ണ് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ മാവിൽ നിന്നും 10 ബോൾസുകളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഓരോ ബോൾസും കയ്യിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഉരുട്ടി പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുവിലായി നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത് വെച്ച പനീറും കുറച്ച് ചീസും കൂടി ഇട്ട് നമുക്ക് ഈ ബണ്ണ് തയ്യാറാക്കിയെടുക്കാം. ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ടും ബണ്ണ് തയ്യാറാക്കിയെടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് പനീർ കറി വെച്ചതിന് ബാക്കി ഉണ്ടായിരുന്നു. അത് കാരണമാണ് കേട്ടോ ഞാനിതുപോലെ തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ ഇത്ര അധികം കുത്തി നിറച്ച് വെക്കരുത് കേട്ടോ. അപ്പം നമുക്ക് മടക്കിയെടുക്കാൻ പ്രയാസമാവും. പിന്നെ ഞാൻ രണ്ടാമത്തേൽ ഇത്ര അധികം വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ എല്ലാ ബോൾസും ഇതുപോലെ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ കുറച്ച് ഫില്ലിങ് ബാക്കിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ സമൂസയുടെ ഷീറ്റ് 2 വെച്ച് കൊടുത്ത് അതിൻ്റെ നടുവിലും ഈ ഫില്ലിങ് വെച്ച് മടക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഐറ്റം പലഹാരമായല്ലോ. അല്ലാതെ ഇനി ഈ ബാക്കി വന്ന ഫില്ലിങ് എടുത്ത് വെക്കണ്ടല്ലോ എന്ന് കരുതിയാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത്. കുട്ടികൾക്കാണെങ്കിൽ ഇഷ്ടമാവുമല്ലോ. അതുപോലെ ഫ്രൈ ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം.
ഇന്ന് ഞാൻ പത്തിരിയും കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇഡ്ഡലിയും സാമ്പാറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പത്തിരിയൊക്കെ ഏകദേശം ഇപ്പം മടുത്ത് കഴിഞ്ഞല്ലോ. പിന്നെ അതുമാത്രമല്ല ചിക്കനും ബീഫൊക്കെ കൂട്ടിയപ്പോൾ മടുത്ത്. അപ്പോൾ നല്ലൊരു അടിപൊളി സാമ്പാറും നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ. ചമ്മന്തിയുടെ വീഡിയോ ഒക്കെ ഞാൻ അതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. തേങ്ങ വറുത്ത് സവാളയും തക്കാളിയൊക്കെ വറുത്തതിൻ്റെ ശേഷം അരച്ചെടുക്കുന്നത്. ഇനി ഇതാ നമ്മൾ ചട്ടി വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ച് ചൂടായി വന്നപ്പോൾ നമ്മുടെ ബണ്ണും അതേപോലെ സമൂസ ഷീറ്റിൽ മടക്കി വെച്ച ആ പലഹാരം കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബണ്ണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ. നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇഡ്ഡലി നോമ്പറന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.